ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റണമെങ്കിൽ എല്ലാ തീരങ്ങളും സംരക്ഷിക്കപ്പെടണം. അതോടൊപ്പം തന്നെ പുഴകളും കടലുകളോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളും പാവപ്പെട്ടവരുടെ കണ്ണുനീരും കൂടിയും ഒപ്പിയെടുക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എല്ലാം നശിച്ചു കഴിയുമ്പോഴേക്കും ഒരു ക്ഷേമരാഷ്ട്രത്തിൽ എല്ലാവരെയും തന്നെ സംരക്ഷിക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ആർമ്മ. അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഹായിക്കാൻ ആരുമില്ല എന്നൊരു കാഴ്ചപ്പാടുകൂടിയാണ് തീരദേശ ജനതയുടെ കാര്യം പറയും. കാരണം ഇപ്പം വലിയ പത്രങ്ങളിൽ പോലും ഈ വാർത്ത പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് വളരെ മുൻ പേജുകളിൽ തന്നെ നിർത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരുടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരും അവർക്ക് വേണ്ടി പറയാൻ പോലും ആരുമില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നത്. ഏതായാലും ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയുള്ളത്. തീർച്ചയായിട്ടും സഭ ഇവരുടെ പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എല്ലാവരും തന്നെ ഇതിന് പരിഹാരം കണ്ടില്ല എങ്കിൽ സഭയിലെ മേലധ്യക്ഷന്മാരും അതുപോലെ സഭയിലെ എല്ലാ മക്കളും തന്നെ ഇതിനോട് കൂടെ പക്ഷം ചേർന്നുകൊണ്ട് ശാശ്വത പരിഹാരത്തിനോട് ഒപ്പം നിൽക്കുന്നതാണ്. അതിൻ്റെ ഒരു വലിയ സൂചനയാണല്ലോ ഇപ്പം അച്ഛന്മാർ തന്നെ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഇത്രയും വൈദികർ വന്ന് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇതിന് മുന്നിൽ നിൽക്കാനായിട്ട് ഇവരുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അവരുടെ കൂടെ നിൽക്കാനായിട്ട് അവരുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വത്തിക്കാൻ്റെ പറഞ്ഞിരിക്കുന്ന അവരുടെ സങ്കടങ്ങളും സ്വപ്നങ്ങളും അവരുടെ ആകുലതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ദുഃഖങ്ങളായി മാറുക. അവർക്ക് വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു വലിയ ഒരു ഉണർവ് കൂടിയാണിത്. സർക്കാർ പല ആവശ്യങ്ങൾക്കും വേണ്ടി പണം വളരെ രീതിയിൽ ചെലവഴിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തീരദേശവാസികളുടെ പ്രശ്നം വരുമ്പോൾ സാമ്പത്തിക പ്രയാസവും പ്രതിസന്ധിയൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്? ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർക്ക് അവരുടേതായ ലോജിക്ക് ഉണ്ടാവും. എങ്ങനെയായാലും എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ആളുകളെ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. തീരദേശത്തെ മക്കളുടെ കണ്ണുനീര് അത് തുടച്ചു നിൽക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ കടമയാണ്. ഒരാൾ മരിക്കുമ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഇറാനും അതുപോലെ ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവിടെ എത്ര പേര് മരിക്കുന്നു, അല്ലെങ്കിൽ പ്ലെയിൻ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ. പക്ഷെ ഇത്രയധികം മക്കൾ കണ്ണുനീരിലാണ്. അപ്പം അത് സ്വന്തം വീട്ടിലെ കാര്യമാണ്, അത് കാണേണ്ടതാണ് എന്നുള്ളതാണ്.